കണ്ണൂർ സർവകലാശാല അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് 14/9/2021 5 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കാവുന്നതും അവർക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാവുന്നതുമാണ്. തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടുകൊണ്ട് അവരുടെ ഈ പറയുന്ന നടപടികൾ പൂർത്തീകരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളുടെ സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ സംശയങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. കാരണം പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ്, അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ വായിക്കുകയും അതിന് മറുപടി നൽകുകയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 90% മാർക്കുള്ളവർക്ക് BSc ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജിൽ എന്തെങ്കിലും അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു 90% മാർക്ക് എന്നുള്ളതല്ല, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ബേസിലാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രക്രിയകൾ നടക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും 4 പ്രധാനപ്പെട്ട അലോട്ട്മെന്റുകളുണ്ട്. അതിനുശേഷം 5ാമതൊരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ കോളേജ് ലെവലിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് നമുക്ക് അത്ര മാത്രമേ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾക്ക് പറയുവാനുള്ളൂ. പിന്നീട് ചോദിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റ് ഈ വർഷം ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നറിഞ്ഞു. ഇപ്രാവശ്യം 70%നേക്കാൾ കൂടുതലുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എന്തു തന്നെയാലും ഒരുപാട് സീറ്റുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ തന്നെ അൺഎയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഈ പറയുന്ന താരതമ്യേന മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലെങ്കിലും സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു അലോട്ട്മെന്റ് പ്രക്രിയയിലൂടെ നമുക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ കോളേജ് അഡ്മിഷനെ കുറിച്ച് പറയുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, ഫീസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. കോളേജ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ മെയിൻ അലോട്ട്മെന്റിൽ 4ാമത്തെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കോളേജിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ, വളരെ വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഓരോ കോളേജിനും ഫീസ് സ്ട്രക്ചറൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തു തന്നെ ആയാലും 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയാൽ മതിയാകും. ആ കാര്യം വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ സബ്ജക്റ്റ് താല്പര്യമില്ലെങ്കിൽ അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കുക. അത് നിങ്ങൾക്ക് തൃപ്തരാണെങ്കിലും തൃപ്തരല്ലെങ്കിലും അഡ്മിഷൻ എടുക്കേണ്ട വസ്തുത ഇപ്പോൾ വരുന്നില്ല. അത് 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ. പക്ഷേ 4ാമത്തെ അലോട്ട്മെന്റ് വരെ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമാകണം. അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കുക. അതല്ലാതെ നിങ്ങളത് തൃപ്തരല്ല എന്ന് പറഞ്ഞ് അടയ്ക്കാതിരുന്നാൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതായിരിക്കും. പിന്നീട് അലോട്ട്മെന്റിനെ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയ ഓപ്ഷനുമായി മാറ്റിക്കൊടുക്കണോ എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുവാനോ അത് ഡിലീറ്റ് ചെയ്യാനുള്ള അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന മെയിൻ അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി അത്തരത്തിലൊരു അവസരം നൽകുകയാണെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ടാവുക എപ്പോഴാണെന്ന് പിന്നീട് ചോദിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നൊരു പറയുന്ന ഒരു സമ്പ്രദായം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമല്ല. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ പറ്റൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അറിയണമെങ്കിൽ കോളേജ് നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഒരു കുട്ടി ചോദിച്ചത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ഹയർ ഓപ്ഷൻ കിട്ടാൻ ഇനി ഫീ അടച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയോ എന്നുള്ളതാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ
അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫീ അടച്ച് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. കോളേജിൽ ടെമ്പററി അഡ്മിഷനോ പെർമനന്റ് അഡ്മിഷനോ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല. അതൊക്കെ 4ാമത്തെ അലോട്ട്മെന്റിന് ശേഷം മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി ചോദിച്ചത്, എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ BBA ആണ് കിട്ടിയത്, ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ BCom സെയിം കോളേജിൽ തന്നെയാണ് വെച്ചത്, എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് വേണ്ടത്, അടുത്ത അലോട്ട്മെന്റിൽ ലോവറിലുള്ള കോളേജ് വരാൻ ചാൻസ് ഉണ്ടോ അതോ ഫസ്റ്റ് ഓപ്ഷൻ ആണോ വരിക? നിങ്ങൾക്കിപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ഇനി വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങളുടെ 1ാമത്തെ ഓപ്ഷൻ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മറ്റുള്ള ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് വന്നതെങ്കിൽ ബാക്കിയുള്ള 6 തൊട്ടുള്ള 10 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും, അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. പിന്നീട് വരുന്ന 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമേ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുമായി ബേസ് ചെയ്തിട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ മറ്റൊരു കുട്ടി ചോദിച്ചാൽ, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 13th ഓപ്ഷനാണ് വന്നത്, എനിക്ക് BCom ആണ് താല്പര്യം, ഹയർ ഓപ്ഷനിലുള്ള BA ഒക്കെ ഡിലീറ്റ് ചെയ്താൽ അടുത്ത അലോട്ട്മെന്റിൽ BCom വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിൽ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടണമെന്നില്ല. അതൊക്കെ ഇൻഡെക്സ് മാർക്കിന്റെ ബേസിലാണ് കിട്ടുന്നത്. മറ്റൊന്ന് ചോദിച്ചത്, എത്ര അലോട്ട്മെന്റ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്? മെയിൻ ആയിട്ട് 4 അലോട്ട്മെന്റ് ആണുള്ളത്. അതിനുശേഷം ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് 5ാമത്തെ അലോട്ട്മെന്റ് വരും. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കുന്നു. അതുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ വിശദമായ വീഡിയോ നമ്മൾ പിന്നീട് ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴേ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ വലിയ രീതിയിലുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അത് തന്നെയാണ് ഈ വർഷവും നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇനി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് യൂണിവേഴ്സിറ്റി അവസരം തരികയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യുവാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കുട്ടി ചോദിച്ചത്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ 5th ഓപ്ഷനാണ് കിട്ടിയത്, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ഒരിക്കലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാൻ പറ്റുന്നതല്ല, എന്നും കൂടി ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കോളേജുകളെ 3ആയി തരംതിരിക്കുന്നു. ഒന്ന് ഗവൺമെന്റ്, മറ്റൊന്ന് ഗവൺമെന്റ് എയ്ഡഡ്, മറ്റൊന്ന് സെൽഫ് ഫിനാൻസിങ്. സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയ കോളേജാണ്, പ്രൈവറ്റ് കോളേജാണ്. അവിടെ മറ്റു 2 കോളേജുകളെ അപേക്ഷിച്ച് ഫീസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സാധാരണ ഇല്ല രീതിയിൽ തന്നെയാണ് പരീക്ഷകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും ഈ ഫീസ് സ്ട്രക്ചറിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി അത്രമാത്രം ഇപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പിന്നീടും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ. ഈ പറയുന്ന കാര്യങ്ങൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്മിഷൻ ടൈമിൽ SCBC സ്റ്റുഡൻസ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ളതാണ്. അഡ്മിഷൻ ടൈമിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം അഡ്മിഷന്റെ പ്രോസസ്സിൽ ഇൻകം സർട്ടിഫിക്കറ്റ് SCBCക്ക് ആവശ്യമില്ല. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. പക്ഷേ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പറ്റും അഡ്മിഷൻ സമയത്ത് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫീ പേ ചെയ്താൽ മാത്രമേ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് അത്തരത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച മാൻഡേറ്ററി ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ 5th ഓപ്ഷനാണ് കിട്ടിയത്, നെക്സ്റ്റ് അലോട്ട്മെന്റിൽ എൻ്റെ ഹയർ ഓപ്ഷൻ പരിഗണിക്കൂ, ഞാൻ യൂണിവേഴ്സിറ്റി ഫീ അടച്ച് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് മാത്രം ചെയ്താൽ മതി, മറ്റൊന്നും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ചെയ്യാനില്ല. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, സാർ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിട്ടി, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ മറ്റുള്ള ഓപ്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ ഓട്ടോമാറ്റിക് ക്യാൻസൽ ആകുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെങ്കിൽ മറ്റുള്ള ഓപ്ഷനുകൾക്ക് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും. ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ അഡ്മിഷന് വേണ്ടിയിട്ട് 4th അലോട്ട്മെന്റ് വരെ കാത്തു നിൽക്കുക, അതുപോലെ തന്നെ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊന്നും പറയാത്ത പുതിയ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ അത് ഈ ഒരു വീഡിയോന് താഴെ കമന്റായി പോസ്റ്റ് ചെയ്യുക, അതിനുള്ള മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ലൈവ് തന്നെ നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യത്തിലും നിങ്ങൾ ആശങ്ക വേണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന വീഡിയോകളൊക്കെ നിർബന്ധമായിട്ടും കാണുക, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി വെക്കുക. പലരും പല വീഡിയോയും കാണാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് പിന്നീട് എല്ലാം അബദ്ധത്തിലായതിനു ശേഷമാണ് നമ്മളെ വിളിച്ച് പല കാര്യങ്ങളും പറയുക. അപ്പോൾ അതിൽ കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ അഡ്മിഷൻ നേടുവാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ വേഗത്തിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.